ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് തന്നെ പുഴയിൽ നിന്ന് ലോറി പുറത്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. റോഡിൽ നിന്ന് 50 മീറ്റർ അകലെ ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. കനത്ത മഴയും ഗംഗാവാലി പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്നലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. മണ്ണിടിച്ചിലിൽ തകർന്ന ചായക്കടയുടെ ഭാഗത്തും ഇന്ന് മണ്ണ് മാറ്റി പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. ഷിരൂരിൽ നിന്നും ദീപക് മലയമ്മയുണ്ട്. ദീപക്, നമുക്കറിയാം ഇന്നിപ്പോൾ 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അർജുനെ കാണാതായിട്ട്. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ നിർണായകമായ ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഏതായാലും ഗംഗാവാലി പുഴയിൽ ആണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. പുഴയിലെ കുത്തൊഴുക്കും കനത്ത മഴയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയുമാണ്. ഇന്ന് ഏതായാലും തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും നടത്തുക? എവിടെയായിരിക്കും ഏറ്റവും അധികം ഈ രക്ഷാദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക? ദീപക്. കനത്ത മഴ ഒപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥ നിലവിൽ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുഴുവൻ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ രക്ഷാദൗത്യത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത കിട്ടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നദിയിൽ കനത്ത കുത്തൊഴുക്കുള്ളത് കൊണ്ടാണ് നേവി സംഘത്തിന് ഇന്നലെ ഡൈവ് ചെയ്ത് കൂടുതൽ പരിശോധനകൾ നടത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യവും ഉണ്ടായത്. ഇന്ന് നേരത്തെ തന്നെ മേജർ എം ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം 4 സ്പോട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലോഹ പാർട്ടുകൾ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും അർജുൻ്റെ ലോറി ആ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന രീതിയിലുണ്ട് എന്നുള്ള അനുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകനങ്ങൾ നടത്തിയതിന് ശേഷം അദ്ദേഹം ഇന്ന് കൃത്യമായ ഒരു ധാരണയിലേക്ക് അദ്ദേഹത്തിൻ്റെ സംഘം എത്തും. ഇന്നലെ തന്നെ മേജർ ഇന്ദ്രപാലൻ ഈ മേഖലയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം ഈ മേഖലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരു തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നലെ രാത്രിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമാകാതെ പോയി. കാലാവസ്ഥ അത്ര കണ്ട് പ്രതികൂലമാകുന്ന സാഹചര്യവുമുണ്ടായി. ഇപ്പോഴും മഴ ചെറുതായി പെയ്തു തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ 6:30 മുതൽ കൃത്യമായ രീതിയിൽ പരിശോധനകളിലേക്ക് കടക്കാൻ കഴിയും. നേവി സംഘത്തിന് അത്തരത്തിൽ നീക്കങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമായി തുടരുകയാണ്. അങ്ങനെയെങ്കിൽ നദിയിലെ അടിയൊഴുക്ക് കൂടുകയും 6 നോട്ട്സ് വരെയുള്ള അണ്ടർ കറന്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് സ്കൂബ ഡൈവേഴ്സിന് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷവുമുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടതുപോലെ ആ മേഖലയിൽ കൃത്യമായി ഇന്നലെ SP പറഞ്ഞതുപോലെ ലക്ഷ്മണൻ്റെ കടയ്ക്ക് തൊട്ട് താഴെ ആ മേഖലയിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിശോധന ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നടത്താനുള്ള നീക്കങ്ങളാണ് ഇന്ന് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അത്രത്തോളം പ്രതികൂലമായ കാലാവസ്ഥയിൽ ഏത് നിലയിലായിരിക്കും ഇന്നത്തെ ദൗത്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വലിയ പ്രതിസന്ധി അത് രക്ഷാദൗത്യത്തിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. നമ്മൾ ഇന്നലെയൊക്കെ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും കണ്ടതാണ്. ഇന്നലെ രാത്രിയിലും സമാനമായ രീതിയിൽ തന്നെ കനത്ത കാറ്റും മഴയും ഈ മേഖലയിൽ ഷിരൂരിൽ തുടരുന്നുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ രാത്രി സമയം നമ്മൾ ആ മേഖലയിലേക്ക്, അതായത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തേക്ക് SP നാരായണ പറഞ്ഞതനുസരിച്ച് അവിടെ രക്ഷാദൗത്യം നടക്കുന്നുണ്ട് എന്നുള്ള അദ്ദേഹം നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും കൃത്യമായി നമുക്ക് അവിടെ ദൗത്യം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കനത്ത മഴയാണ് ഇപ്പോൾ അവിടെ പെയ്യുന്നത്. ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണെന്ന് നേരത്തെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം കാറ്റുമുണ്ട്. അതാണ് ദീപകിനെ സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് അവിടെ. അത്രയും ശക്തമേറിയ ഒരു കാലാവസ്ഥയാണ് ഉള്ളത്. ഷിരൂരിൽ കനത്ത മഴ തന്നെയാണ് വെല്ലുവിളിയായിരിക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അതിശക്തമായി പെയ്യുന്ന മഴ. ദീപകിന് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇന്നലെ രാത്രിയും ഡ്രോൺ പരിശോധനയ്ക്ക് തടസ്സം നിന്നതും മഴ തന്നെയാണ്. തീർച്ചയായിട്ടും ദൗത്യസംഘം ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നു, അടിയൊഴുക്ക് തന്നെയാണ് പുഴയിലെ തിരച്ചിലിന് വെല്ലുവിളി എന്നുള്ളത്. പുഴയിൽ നമ്മൾ 4 സ്പോട്ടുകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഒന്ന് അർജുൻ്റെ ട്രക്ക് ആവാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ പുഴയിലേക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കുമ്പോൾ കാലാവസ്ഥയും ഒപ്പം തന്നെ ഈ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കും കനത്ത വെല്ലുവിളിയാണ്. നമുക്ക് കാണാം കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും ഷിരൂരിൽ തുടരുന്നത്. ദീപക് കേൾക്കാമോ? ദീപക് തുടരുന്നുണ്ടെങ്കിൽ ഏതു തരത്തിലായിരിക്കും ഈ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാദൗത്യം മുന്നോട്ട് പോവുക? അതിനുള്ള
മുൻകരുതലുകൾ എന്തെങ്കിലും? അവിടുത്തെ സാഹചര്യം മോശമാണെന്ന് തോന്നുന്നു. ദീപകിന് സംസാരിക്കാൻ അവിടെ നിൽക്കാം. അതായത് കാലാവസ്ഥ അത്രയും മോശമായ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ദീപകിലേക്ക് നമുക്ക് എത്താം. അതിനനുസരിച്ച് ഇന്നലെ ആ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല ക്യാബിനിൽ എന്ന് കൂടി. ഒപ്പം മൂന്നിടത്തായിട്ടാണ് 4 ലോഹഭാഗങ്ങളാണ് കണ്ടെത്തുന്നത്. ഇതിൽ മൂന്നാമത്തെ സ്പോട്ടിലാണ് ഒരു സാന്നിധ്യം കൂടുതലായിട്ട്, അതായത് ആ ലോറി സാന്നിധ്യം, നമ്മുടെ അർജുൻ്റെ ലോറി സാന്നിധ്യം കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്, ആ ഒരു സാധ്യത പറഞ്ഞിട്ടുള്ളത് ആ മൂന്നാമത്തെ സ്പോട്ടിലാണ്. അപ്പോൾ ആ സ്പോട്ട് കേന്ദ്രീകരിച്ചായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ ഒരു തെരച്ചിൽ ഊർജിതമാക്കുക എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ ഒപ്പം മറ്റു സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് SP ഇന്നലെ ഡോക്ടർ അരുൺകുമാറുമായി സംസാരിച്ചപ്പോഴാണ് പറയുന്നത്, രാത്രിയാണ് പറയുന്നത്, ഈ ഒരു മറ്റൊരു സാധ്യത കൂടി പറയുന്നത് ചായക്കടയുടെ ഭക്ഷണം കഴിച്ചിരിക്കാൻ കടയിൽ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ദോശ ഓർഡർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയത്തിന് പുറത്താണ്, അതൊരു ഫോൺ കോളിലൂടെ മനസ്സിലാക്കിയതാണ്, അങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദീപക് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപക് കനത്ത മഴയാണ് കണ്ടു, അവിടുത്തെ സാഹചര്യം വളരെ മോശമാണെന്ന് മനസ്സിലായി. ഇടയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു ശബ്ദം കേട്ടിരുന്നു, വാഹനത്തിനകത്തേക്ക് കയറി, എന്താണ് സാഹചര്യം? നമ്മൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ലൈവ് തുടരുകയായിരുന്നു. അതിനിടയിലാണ് കനത്ത മഴ വന്നത്. പെട്ടെന്ന് ഈ ദേശീയപാതയിലൂടെ കടന്നു വന്ന ഒരു ബസ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നേരെ നഷ്ടപ്പെട്ടു. അതാണ് ഒരു കാര്യം ഉണ്ടായത്. മറ്റൊന്ന്, നമ്മൾ ഇനി വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് ഇന്നും ഈ മേഖലയിൽ തുടരുന്നത്. നേരത്തെ തന്നെ അത്തരത്തിൽ അലേർട്ടുകളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. 2 ദിവസം അവധി ഉത്തര കന്നഡ ജില്ലയിൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇത്രയും നാൾ ആ വെല്ലുവിളി ഇപ്പോഴും നിർബാധം തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ കനത്ത മഴയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഗംഗാവലിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇന്നലെ നേരത്തെ നിങ്ങൾ വിശദീകരിച്ചതുപോലെ 6 മുതൽ 8 നോട്ട്സ് വരെയുള്ള ക്ലിയർ ആകുന്നില്ല, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ദീപക് ക്ലിയർ ആവുന്നില്ല, വ്യക്തമാകുന്നില്ല പറയുന്നത്. എന്തായാലും ഈ അവിടുത്തെ ഒരു കാലാവസ്ഥ പ്രതികൂലമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെയല്ല. നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മഴ മാറുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി നിന്നൊരു സാഹചര്യം, ഇടയ്ക്കിടെ പെയ്യുന്നൊരു മഴ ഒക്കെ ആയിരുന്നു. എന്തായാലും രക്ഷാദൗത്യം ഇന്ന് 6:30 തന്നെ തുടങ്ങാനാകുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. ഇന്ന് അതിനൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. കാരണം മഴയുടെ ഒരു കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നും അത്തരത്തിൽ നേവി സംഘത്തിൻ്റെ സേവനം പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ തന്നെ അത്തരത്തിലാണ് പ്രകടമാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴ മേഖലയിൽ തുടരുന്നുണ്ട്. ആ മഴ ഒരു വിധത്തിലും നമ്മുടെ രക്ഷാ ദൗത്യത്തെ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കില്ല എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പോഴും വലിയ കാറ്റാണ്. ഒരു വലിയ കാറ്റെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവെ കണ്ട ശീലമില്ലാത്ത തരത്തിൽ, നമ്മുടെ മേഖലയിലൊന്നും കണ്ട് ശീലമില്ലാത്ത തരത്തിലുള്ള കാറ്റിപ്പോൾ വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു ഡ്രോൺ പരിശോധന നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ തോന്നുന്നു. ഈ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാരണം ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡുകളൊക്കെ കാറ്റിൽ മറഞ്ഞു വീഴുകയാണ്. പോലീസുകാർ പാടുപെട്ട് അത് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, തിരികെ വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതും പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ് പല ഘട്ടങ്ങളിലും ഉള്ളത് എന്നതാണ് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന, തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താം. കണ്ടോ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്നും രാത്രി കാലങ്ങളിൽ ഈ NH-66 വഴി ചരക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ദൗത്യം തുടങ്ങേണ്ട സമയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പോലീസ് ഉൾപ്പെടെ ഇടപെട്ട് ഇതിലൂടെയുള്ള ചരക്ക് ഗതാഗതം തടഞ്ഞ് നിർത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിലേക്ക് വന്നാൽ, രാവിലെ തന്നെ തെർമൽ സ്കാനർ, അതായത് ഈ അന്തരീക്ഷ താപനില താരതമ്യേന കുറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി ആ വാഹനത്തിനകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് പരിശോധന നടത്താം എന്നുള്ളതായിരുന്നു ഇന്നലെ മേജർ M ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ആലോചനയായി വന്നിരുന്നത്. അങ്ങനെ ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് കനത്ത മഴയിലേക്ക് രാത്രിയും കാര്യങ്ങൾ പോയത്. പിന്നീട് ഡ്രോൺ പറത്തിയുള്ള പരിശോധന സാധ്യമാകാതെ വന്നു. ഏറ്റവും ഒടുവിൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ ഒരു പക്ഷേ അത്തരം സാധ്യതകളുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നുള്ള നിലപാട് ആ സംഘം സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് കാര്യങ്ങൾ നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കൃത്യമായി ഡ്രോൺ പറത്താനോ ആ മേഖലയിൽ പരിശോധന ആ നിലയ്ക്ക് നടത്താനോ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് നടത്താനോ കഴിയാത്ത സാഹചര്യം
സാഹചര്യം ഉണ്ട് ഇപ്പോഴും എന്നുള്ളതാണ്. ഇന്നിനിപ്പോൾ നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്നത് ആർമി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയും അതനുസരിച്ച് ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മാത്രമായിരിക്കും ഇന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ 2 ബൂം എക്സ്കവേറ്റേഴ്സാണ് ആ മേഖലയിലുള്ളത്. അതുപയോഗിച്ചുകൊണ്ട് ലക്ഷ്മണൻ്റെ തട്ടുകടയുടെ പുറകുവശത്തേക്ക്, അതായത് ഒരു സാധ്യത ആ നിലയ്ക്ക് പറയുന്നുണ്ട്, ഈ വാഹനത്തിനകത്ത് ഒരു പക്ഷേ അർജുൻ ഉണ്ടായിരുന്നിരിക്കില്ല എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് മേജർ ഇന്ദ്രപാലൻ ഉൾപ്പെടെയുള്ള സംഘം എത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ആ വാഹനത്തിനകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച ഒരു പരിശോധന നടത്തിയ ഘട്ടത്തിൽ കൃത്യമായി അതിനകത്ത് മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത് ഇന്ന് ആ തട്ടുകടയുടെ പുറകുവശത്ത് ഒരു പക്ഷേ തട്ടുകടയിൽ ഇരുന്ന് അർജുൻ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നിരിക്കാം എന്നുള്ള അനുമാനത്തിൻ്റെ പുറത്ത് ആ മേഖലയിൽ ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള നീക്കം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ നിന്നും മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനകളിലേക്കായിരിക്കും കടക്കുക എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. ഇങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായി കഴിഞ്ഞാൽ ആ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാദൗത്യം നടത്തുന്ന ആളുകൾക്ക് പോലും അത്തരത്തിൽ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇന്ന് പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് നദിയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഡൈവേഴ്സിൻ്റെ പ്രവർത്തനമായിരുന്നു. കാര്യക്ഷമമായ ഇടപെടൽ ഡൈവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷേ ആ ക്യാബിനരികിലേക്ക് പോകാനോ അല്ലെങ്കിൽ ആ കണ്ടെത്തിയിരിക്കുന്ന ക്യാബിൻ മുകളിലേക്ക് ഉയർത്താനോ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം ഉണ്ടാവുക, ഒപ്പം തന്നെ അടിയൊഴുക്ക് കൂടുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഡൈവേഴ്സിന് താഴേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും. 2 നോട്ട്സ് വരെ മാത്രമാണ് സ്കൂബ ഡൈവേഴ്സിന് അത്തരത്തിൽ ഒഴുക്കുള്ളപ്പോൾ മാത്രം താഴേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നിലവിലിവിടെ 6 മുതൽ 8 നോട്ട്സ് വരെ ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട്